ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടും യമ്മി ആയിട്ടുള്ള നല്ല ക്രീമി ബോക്സ് റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ബോക്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് ഇവിടെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാളയിൽ ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചില്ലി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. മൂന്നും ഒരുമിച്ച് പേസ്റ്റ് ചെയ്തതാണ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. സവാള വഴന്ന് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്ത ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ചധികം തന്നെ ഫില്ലിങ് ഞാൻ ചെയ്യുന്നുണ്ട്. വേറൊരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഫില്ലിങ് മാറ്റി ചെയ്യുന്നത്. അടുത്ത നേരത്തെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ്. കൈകൊണ്ട് ചെറുതായി കട്ട് ചെയ്ത് വെച്ചത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഏകദേശം സവാളയൊക്കെ നന്നായിട്ട് വന്ന് മസാലയൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് കൊടുത്തതിനാൽ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡിയായി. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ ഫില്ലിങ് ക്രീമി ആക്കാൻ വേണ്ടി ഒരു വൈറ്റ് സോസ് റെഡിയാക്കണം. അതിന് വേണ്ടി നമുക്കൊരു ഫസ്റ്റ് പാലൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു കപ്പ് പാലിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യാം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞു. ഇനി ഇത് നമുക്കൊരു സോസ് പാനിലേക്ക് വയ്ക്കാം. അതിന് മുമ്പ് ഒരു സോസ് പാനിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ മെൽട്ടായിട്ട് വരുന്ന ആ ടൈമിൽ നമ്മളെ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ ലോ ഫ്ലെയിമിൽ ആക്കാം. അതുമല്ലാതെ നമ്മുടെ പാലിനനുസരിച്ചിട്ട് മൈദ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ പാല് നന്നായിട്ട് കട്ടയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ബ്ലാക്ക് പെപ്പറും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ നമ്മൾ മിക്സ് കുറുക്കിയെടുക്കാം. ഈ ഒരു രൂപത്തിലാകുന്നവരെ കൈവിടാതെ ഇളക്കി നല്ല ക്രീമി ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മളെ ക്രീമി ആയിട്ടുള്ള ഫില്ലിങ്. നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല നല്ല തിക്കായി വരുന്ന ടൈം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തത് നമുക്ക് ഒരു ബാറ്റർ റെഡിയാക്കണം. ഇത് റെഡിയാക്കുന്നത് കാണിക്കാത്തത് മിനി ചട്ടിപ്പത്തിരിയിൽ ഇതേ ബാറ്റർ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിരുന്നതിലോ ഇതേ ബാറ്ററാണ്. ഇനി ഇത് നമുക്കൊരു പാനിൽ ദോശ ചുട്ടെടുക്കാം. ഒരു സ്പൂണ് നമ്മുടെ മിക്സ് ഒഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കൊന്നും വേണ്ട. എന്നിട്ട് നമ്മുടെ ദോശ റെഡിയാവും. അപ്പോഴേക്കും ഒരു 5 മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മളെ എല്ലാ ബാറ്ററും നമ്മുടെ ദോശയാക്കി ചുട്ടെടുക്കാം. ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ബോക്സ് ആക്കിയെടുക്കാം. അതിന് നമ്മൾ നേരത്തെ ചുട്ടുവെച്ച ദോശ എടുത്തിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ ക്രീമി ഫില്ലിങ് വെച്ച് കൊടുക്കാം. വെച്ചിട്ട് 4 സൈഡും നമുക്കിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ചൂടോടെ ഉണ്ടാക്കുന്നതെങ്കിൽ മൈദയുടെ മിക്സൊന്നും ആവശ്യമില്ല. ഇതുപോലെ നല്ല ബോക്സി ആയിട്ട് ഒട്ടി നിൽക്കും. അഥവാ ചൂട് തണിഞ്ഞിട്ട് നിങ്ങൾ ആക്കുന്നുണ്ടെങ്കിൽ കുറച്ച് മൈദയുടെ ഒരു ബാറ്റർ റെഡിയാക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ചൂടോടെ ആക്കുന്നെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. വേഗം നമുക്ക് സ്പീഡിൽ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ദോശ എടുത്തിട്ട് നടുക്ക് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് 4 ഭാഗത്തൊന്നും ഫോൾഡ് ചെയ്തിട്ട് ബോക്സ് രൂപത്തിലാക്കിയെടുക്കാം. ഇതാണ് നമ്മുടെ ക്രീമി ബോക്സ്.
ബോക്സൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് കൊടുക്കാം. പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് പാനും എല്ലാ ഭാഗത്തും എത്തുന്നവരെ ഓയിലാക്കി കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം നമ്മുടെ ഓരോ ബോക്സും ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ മതി. നമ്മുടെ ദോശയും കുക്കായതാണ്, നമ്മുടെ ഫില്ലിങ്ങും കുക്കായതാണ്. അതുകൊണ്ട് ഒന്നും വേവാനില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പുറമേ ഒരു ഗോൾഡ് കളറാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഈ ഒരു കളറാവുന്നവരെ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ബോക്സ് എടുക്കാം. ഈ ഒരു ക്രീമി ഫില്ലിങ് വെച്ചിട്ട് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായമാണ് ഞങ്ങളുടെ സന്തോഷം. അതുകൊണ്ട് തീർച്ചയായിട്ടും അറിയിക്കുക.